മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് എമ്പുരാനിലൂടെ കണ്ടത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രീ ബുക്കിംഗിൽ വൻ ട്രെൻഡാണ് എമ്പുരാൻ നടത്തിയത്. ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയൊക്കെ നേടാൻ കഴിയുമോ എന്ന തരത്തിലായിരുന്നു ബുക്ക് മൈ ഷോയിൽ എമ്പുരാന്റെ ബുക്കിംഗ് പോയത്. റിലീസിന് മുൻപുള്ള ആദ്യ ദിനത്തെ ബുക്കിംഗ് കൊണ്ട് തന്നെ എമ്പുരാൻ ഏതാണ്ട് 52 കോടിയോളം നേടിയിരുന്നു. അതായത് നിലവിൽ മലയാള സിനിമയുടെ ആദ്യ ദിനത്തെ റെക്കോർഡിന്റെ ഇരട്ടിയിലധികമായിരുന്നു എമ്പുരാൻ പ്രീ ബുക്കിംഗ് കൊണ്ട് നേടിയത്. കേരളത്തിലും ആദ്യ ദിനത്തെ റെക്കോർഡ് പ്രീ ബുക്കിംഗ് കൊണ്ട് എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. അത് എമ്പുരാൻ അത്രത്തോളം ബുക്കിംഗ് വന്ന സമയത്ത് പല വിമർശകരും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അതൊരു സീക്വൽ ചിത്രമായതുകൊണ്ടാണ് അത്ര ബുക്കിംഗ് വന്നതെന്ന്. എന്നാൽ ഇപ്പോൾ ആട് 3 എന്ന സീക്വൽ ചിത്രത്തിന് ബുക്കിംഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തണുത്ത പ്രതികരണം കണ്ടപ്പോഴാണ് ആളുകൾ എമ്പുരാന്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. എമ്പുരാന് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്ന വലിയ ഹൈപ്പിന്റെ പ്രധാന കാരണം മോഹൻലാൽ എന്ന താരം തന്നെയാണ്. ഒരു സീക്വൽ ചിത്രത്തിൽ മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരം വരുമ്പോൾ ഉണ്ടാവുന്ന ഹൈപ്പാണ് എമ്പുരാന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് നൽകിയത്. ഏതായാലും എമ്പുരാന്റെ ബുക്കിങ്ങിനോട് അടുത്തെങ്കിലും ഒരു മലയാള സിനിമയുടെ ബുക്കിംഗ് വരണമെങ്കിൽ ദൃശ്യം 3 തന്നെ സംഭവിക്കണം. ദൃശ്യം 3ക്ക് എന്തായാലും ആദ്യ ദിവസം ഗംഭീര ബുക്കിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഗൾഫിൽ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ചിത്രം ഏപ്രിൽ 2 തന്നെ തിയേറ്ററിൽ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും എമ്പുരാൻ മലയാള സിനിമയുടെ നെക്സ്റ്റ് ലീഗ് തന്നെയാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. പ്രീ റിലീസ് ബുക്കിംഗിലായി കഴിഞ്ഞാലും ആദ്യ ദിനത്തെ കളക്ഷനിലായി കഴിഞ്ഞാലും എമ്പുരാനെ മറികടക്കുക എന്നുള്ളത് ഇന്നൊരു മലയാള സിനിമയ്ക്ക് അപ്രാപ്യമായ കാര്യം തന്നെയാണ്. എമ്പുരാന്റെ റെക്കോർഡുകൾ ഏതെങ്കിലും മറികടക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിനടുത്ത് എത്തണമെങ്കിലോ നിലവിൽ സാധ്യതയുള്ള ഒരേ ഒരു മലയാള ചിത്രം ദൃശ്യം 3 ആണ്.